വിജയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ജനനായകൻ സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗംഭീര വിഷ്വൽസ് തന്നെയാണ് ഈ ഒരു ഗ്ലിംസ് വീഡിയോയിലുള്ളത്. ഈ ഒരു ഗ്ലിംസ് വീഡിയോയിലുള്ള വിജയുടെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം വിജയുടെ ഒരു പോലീസ് റോളും നമുക്ക് ജനനായകൻ സിനിമയിലൂടെ കാണാൻ സാധിക്കും. എച്ച് വിനോദ് നിരാശപ്പെടുത്തില്ലെന്ന് തന്നെയാണ് ഈ ഒരു ഗ്ലിംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബാലയുടെ ഭഗവത് കേസരിയുടെ റീമേക്ക് ആയിരിക്കും ജനനായകൻ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളത് ഭഗവത് കേസരിയുടെ റീമേക്കാണോ അതോ പുതിയ സ്ക്രിപ്റ്റ് ആണോ എന്നൊക്കെ. ജനനായകൻ ബാലയ്യ പടത്തിൻ്റെ റീമേക്ക് ആവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജനുവരി 9-നാണ് ജനനായകൻ സിനിമയുടെ റിലീസ്. ഈ ഒരു ഗ്ലിംസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നരിവേട്ട സിനിമയുടെ 29 ദിവസത്തെ കേരള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 17,11,00,000 29 ദിവസം കൊണ്ട് നരിവേട്ട സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയത്. ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ 15 ദിവസത്തെ കേരള കളക്ഷൻ 4 കോടി രൂപയാണ്. റോന്ത് സിനിമയുടെ 8 ദിവസത്തെ കേരള കളക്ഷൻ 3,81,00,000. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ 8 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3,05,00,000 രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സിനിമ ഈ വർഷം പൂജ റിലീസായിട്ട് സെപ്റ്റംബർ 25-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പൃഥ്വിരാജിൻ്റെ അടുത്തൊരു ആക്ഷൻ എൻ്റർടൈനർ സിനിമ കൂടിയാണ് വിലായത്ത് ബുദ്ധ. വിലായത്ത് ബുദ്ധ എന്ന സിനിമ വിനീത് ശ്രീനിവാസൻ്റെ പുതിയ ചിത്രവുമായി ക്ലാഷ് റിലീസിനാണ് ഒരുങ്ങുന്നത്. ഈ ഒരു സിനിമയും സെപ്റ്റംബർ 25-ന് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ നോബൽ തോമസിനെ നായകനാക്കിയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ കൂടിയാണിത്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.